പിതാവിന് ആശംസ നേരുമ്പോൾ ഞാൻ പിതാവിന് അസൂയ തോന്നുകയാണ്. എനിക്ക് നമ്മെ എല്ലാവരും ഇവിടെ വിളിച്ചു ചേർത്ത നല്ല ഒരു കാവൽ സംഘം പിതാവിനുണ്ടല്ലോ. എത്ര സമർത്ഥരായ വൈദികര്, അൽമായര് പിതാവിനുണ്ട്. പ്രിയപ്പെട്ട ജനസനച്ചൻ്റെ നേതൃത്വത്തിൽ ബിഷപ്സ് ഹൗസിലുള്ള വൈദികരും അതുപോലെ സമർപ്പിതരും അൽമായരും എല്ലാവരും കൂടെ ചേർന്ന് മനോഹരമായൊരു ദിവസം നമുക്ക് ഒരുക്കി തന്നു. അത് യഥാർത്ഥത്തിൽ പിതാവിന് ലഭിച്ച ഈ ജൂബിലിയുടെ വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാം. പ്രിയപ്പെട്ട ജാൻസനച്ചൻ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട വികാരി ജനറാളച്ചൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പേരിൽ അദ്ദേഹത്തിനും സംഘത്തിനും കൃതജ്ഞത അർപ്പിക്കുകയാണ്. നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാം. നമുക്ക് ഈ അവസരത്തിൽ ഓർക്കുവാനുള്ള ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. നല്ലൊരു പിതാവിനെ തന്നതിന് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന അമ്മയുടെ വാക്കുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ സമാപന വേളയിലുള്ളത്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വലിയ അനുഗ്രഹമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും. സഭയെക്കുറിച്ച് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ഈ കോഴിക്കോട് രൂപതയിൽ, താമരശ്ശേരി രൂപതയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അനുഭവപ്പെടുകയാണ്. ഒരു 2 രൂപതയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതാണ് പിതാവിൻ്റെ മഹത്വം. സുവിശേഷത്തിൽ ഇപ്രകാരം ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 13:35, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആ ഒരു കൽപ്പന തൻ്റെ ഈ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും കൃത്യതയോടുകൂടെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പിതാവിന് ദൈവം കൃപ നൽകി, അനുഗ്രഹം നൽകി എന്ന് നമുക്കറിയാം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണ്. ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കാര്യം പ്രവചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ അഭിവന്യ പിതാവിനെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥത്തിൽ ഒരു ഭാഗം വായിക്കാൻ എനിക്കിടയായി. അത് എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 13 വരെയാണ്. വ്യാഖ്യാനങ്ങളിൽ അത് മറ്റു പലതുമാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചവരുടെ കുറ്റമാണ്. അത് നമ്മുടെ പ്രിയങ്കരനായ ചക്കാലയ്ക്കൽ പിതാവിനെ കുറിച്ച് എഴുതിയ ഭാഗമാണ്. ദേവാലയത്തിന് മുൻപിൽ പ്രവാചകനെ ആത്മാവ് എത്തിക്കുകയാണ്. മനുഷ്യപുത്ര, നോക്കൂ എന്ന് പറയുമ്പോൾ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് നദി ഒഴുകുകയാണ്. മുട്ടോളം എത്തി. അളക്കുക 1000 മുഴം അളക്കാൻ സാധിച്ചു. മുന്നോട്ട് പോകുക. അത് അരയോളമായി നീന്തി തുടിക്കാൻ, അക്കരെ കടക്കാൻ പറ്റാത്ത വലിയ നദിയായി തീർന്നു. അതിന് കരയിലേക്ക് എന്നെ തിരികെ കൊണ്ടുവന്നു. മനുഷ്യപുത്ര, നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ കരയിൽ അരികിനോട് ചേർന്ന്, നദിയോട്, വലിയ നദി, അതിനരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന ധാരാളം വൃക്ഷങ്ങൾ, ധാരാളം മത്സ്യങ്ങൾ, കടലിലേക്ക് ഒഴുകുന്ന മനോഹരമായൊരു നദി. ഈ നദിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചക്കാലയ്ക്കൽ പിതാവ്. ആ വലിയൊരു നദിയായി ദൈവം ഒഴുക്കി നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് സഭയിൽ. പ്രവാചകൻ പറയുകയാണ്, ഞാൻ നോക്കുമ്പോൾ വടക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും നദി ഒഴുകി വരികയാണ്, ചേരുകയാണ്. പ്രിയപ്പെട്ട ചക്കാലയ്ക്കൽ പിതാവ് എല്ലാവരെയും സ്വീകരിക്കും. അങ്ങനെയാണ് വലിയവനായി തീർന്ന് നമുക്ക് ആ സ്നേഹത്തിൻ്റെ കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്. ഒരു നദി എത്ര പ്രയോജനപ്രദമാണ്. നദി ഒരിക്കലും അതിൻ്റെ ദാഹം തീർക്കുന്നില്ല, മറ്റുള്ളവരുടെ ദാഹമാണ് തീർക്കുക. പിതാവിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതാവശ്യത്തിന് നമ്മൾ ചെന്നാലും ഒരിക്കലും നമ്മെ വെറും കൈയോടെ മടക്കി വിടാറില്ല. അതിനൊരു പരിഹാരം പിതാവ് കണ്ടെത്തും. അതിൽ നിന്ന് എല്ലാവർക്കും സന്തോഷം നുകരാൻ സാധിക്കും. അതിൽ മത്സ്യങ്ങൾ വളരുകയാണ്. അരികിൽ പച്ചകിടാത്ത വൃക്ഷങ്ങളാണുള്ളതെന്ന് പ്രവാചകന് എസെക്കിയേൽ പഠിപ്പിക്കുകയാണ്. പിതാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം പച്ചകിടാതെ നിൽക്കാൻ സാധിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, എല്ലാ മാലിന്യങ്ങളും അത് സ്വീകരിക്കുന്നു ആ നദി. ശരിയല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ചക്കാലയ്ക്കൽ പിതാവ് എത്ര കുറവുള്ളവരെയും സ്നേഹത്തോടുകൂടെ ചേർത്ത് നിർത്താനുള്ള കൃപ പിതാവിന് ദൈവം നൽകിയിട്ടില്ലേ? അതാണ് വലിയൊരു നദിയായി തീരുന്നത്. അത് കടലിലേക്ക് ഒഴുകി കടലിനെയും ശുദ്ധിയാക്കുന്നു എന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ നാം വായിക്കുകയാണ്.
ഒരു സ്നേഹത്തിൻ്റെ നദിയായ പ്രിയപ്പെട്ട ചക്കാലയ്ക്ക് പിതാവ് എല്ലാ അശുദ്ധികളെയും ഇല്ലാതാക്കുന്ന വലിയ നദിയാണ്. ആ സ്നേഹത്തിൽ മുങ്ങിക്കുളിക്കാത്ത ആരാണ് പിതാവിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉള്ളത്? നാം എല്ലാവരും ആ സ്നേഹത്തിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇനി ആ നദി ഒഴുകട്ടെ, സമൃദ്ധമായിട്ടൊഴുകട്ടെ. കൈവഴികളായി നമുക്കെല്ലാം അതേ നദിയിലേക്ക് ചേരാൻ ഇനിയും കഴിയട്ടെ. വലിയ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കട്ടെ. പ്രവാചക ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ പുഴ ആത്മാവിൻ്റെ വലിയ കൃപയാൽ, സ്നേഹത്തിൻ്റെ വലിയ ചൈതന്യം നമുക്ക് നൽകുന്ന ആ വലിയ നദി, അത് സ്വർഗമാകുന്ന നഗരത്തിലേക്കുള്ള യാത്രയിൽ നമ്മയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന വലിയ പ്രവാചകനായി അദ്ദേഹം മാറുകയാണ്. ഭാഗ്യമുള്ളവരാണ് നമുക്ക്. ആ വലിയൊരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കാൻ നമുക്ക് കഴിയുന്നല്ലോ. ആ വലിയ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമായ പിതാവിനെ ഓർത്ത് കൃതജ്ഞത അർപ്പിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിലും ദൈവം ധാരാളം അനുഗ്രഹം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മനോഹരമായ ഈ ദിവസം നമുക്കായിട്ട് ഒരുക്കി തന്ന എല്ലാവരോടുള്ള കൃതജ്ഞത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും പിതാവിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.